ലാൽകുമാർ, ഇപ്പോൾ പോലീസ് 9ാം ദിവസവും അറസ്റ്റ് ചെയ്യാത്തത് രാഹുലിനെ കിട്ടാഞ്ഞിട്ടാണോ അതോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം വരുമ്പോൾ ഒരു 7ാം തീയതി 8ാം തീയതി കണക്കാക്കി ഒരു അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള ചില സൂചനകൾ കൂടി ചില ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണോ കണക്കാക്കുന്നത്? അതുകൊണ്ട് നീട്ടി കൊണ്ടുപോവുകയാണോ? സ്മൃതി, ഞാൻ എല്ലാത്തിനും മറുപടി പറയാം. ഇവിടെ എനിക്ക് സമയം തരണം. കാര്യം ശ്രീകുമാരേട്ടൻ 10 മിനിറ്റോളം സംസാരിച്ചു. ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. CPM ലെഫ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീകുമാരേട്ടൻ പറഞ്ഞ എന്താ, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയതിനനുസരിച്ച് ഇവിടെ ഒരു ആഘോഷം നടന്നു. കാര്യം ഒരു പ്രെഡേറ്റർക്ക് ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാഞ്ഞതിന് DYFIയുടെ പൊതുച്ചോറിനെ വെച്ച് അപഹാസ്യം പറഞ്ഞ ഒരാൾക്കെതിരെ അവരാഘോഷിച്ചതിന് കോൺഗ്രസ് നടപടിയെടുത്തിട്ടാണ്. ഇതൊക്കെ പറയുന്നതിന് ഒരല്പം ഇത് വേണ്ടേ? അടുത്തത് ഞാൻ അവിടെ കൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. ഇന്ന് നമ്മുടെ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിക്കറിയാം. പുള്ളി പറഞ്ഞിരിക്കുന്നതാണ്, ഇന്നലെ വരെ ഈ പറയുന്ന പ്രിഡേറ്ററുടെ കൂട്ടത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാണ് അടൂർ പ്രകാശ്. അത് സ്മൃതിയുടെ ചർച്ചയ്ക്കകത്ത് സ്മൃതി പ്രത്യേകം റേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സ്മൃതി എല്ലാ ചർച്ചയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ അടൂർ പ്രകാശിന്റെ നയം. നമ്മൾ എല്ലാ ചർച്ചയിലും റേസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ അടൂർ പ്രകാശിന് ഇന്നലെ വരെ പ്രശ്നമില്ലായിരുന്നു. ശ്രദ്ധിച്ചോ, ഇന്നലെ വരെ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുള്ളൊരു വാദം അടൂർ പ്രകാശിന് ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ അടൂർ പ്രകാശിന് അത് തോന്നിയത്. എന്തൊരു നാണമില്ലായ്മയായത്! 8 ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിക്ക് ഈ മനുഷ്യൻ ഇരിക്കുന്നത് എവിടാണെന്ന് അറിയാമെന്നുള്ളൊരു വാദമില്ലായിരുന്നു. 9ാമത്തെ ദിവസമാണ് അവർക്ക് തോന്നിയത്. ഇവരെന്നെ 8 ദിവസം മിണ്ടാഞ്ഞേ? ഇവർ 8 ദിവസം അന്തസ് ഉണ്ടായിരുന്നെങ്കിൽ 8 ദിവസം പറയണ്ടായിരുന്നു. ഇത് ചുമ്മാ നാണമില്ല വർത്താനം പറയുന്നത്. അങ്ങനെ തന്നെ ഇത് പറയണം. അടുത്തത് ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് നിഗൂഢമായ കുറേ സാധനങ്ങളുണ്ട്. ശ്രീകുമാരേട്ടൻ പറഞ്ഞ എന്താ? ശ്രീകുമാരേട്ടൻ പറഞ്ഞത്, നോക്കൂ, തീരുമാനം വരുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നില്ല, അതിന് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനം എടുത്തു. സ്മൃതി, ഞാൻ എനിക്കൊരു കുറച്ച് സമയം തരണം, ഞാനത് പറഞ്ഞുതരാം. ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു കഴിഞ്ഞ് അപ്പം സ്മൃതിയാണ് വാർത്ത വായിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് പുറത്താക്കി എന്ന് സ്മൃതിയാണ് വായിക്കുന്നത്. ഇതിന് അപ്പം അതിൻ്റെ അർത്ഥം എന്താ? തീരുമാനം നേരത്തെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നല്ലേ സ്മൃതി? അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആൾക്കെതിരെ കോൺഗ്രസിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ല എങ്കിൽ ഇയാളെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തു വെച്ചിരുന്നു. ഇത് ചേർത്ത് വായിക്കേണ്ടത് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന മനുഷ്യനാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന മനുഷ്യനാണ്. രമേശ് ചെന്നിത്തല ആദ്യം പറയുന്നത് എന്താ? രമേശ് ചെന്നിത്തല പറയുന്നത് ഇയാളെ ആദ്യമേ പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞോ? 2, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ പറഞ്ഞു ഇയാളെ പുറത്താക്കണം, ഇനി ഇത് വൈകിക്കൂടാ, നേതൃത്വം അതിന് നിലപാടെടുക്കണം. പറഞ്ഞോ? VD സതീശൻ ആദ്യം തന്നെ നമ്മളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇയാളെ പുറത്താക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ മുൻ KPCC പ്രസിഡന്റായ K മുരളീധരൻ പറയുന്നു ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ. അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ പ്രയോഗം അതാ. അങ്ങനെ ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ എന്നൊരു മനുഷ്യൻ പറയണമെങ്കിൽ, ഞാൻ പറയുകയാണ്, അയ്യോ ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ എന്തു പറയണമെങ്കിൽ അതിന്റെ അർത്ഥം ആ നടപടി എടുത്തതിനകത്ത് അങ്ങേർക്ക് ഒരു പങ്കുമില്ലെന്നാ. എങ്കിൽ മാത്രമേ ആ സെന്റൻസ് പറയാൻ പറ്റത്തുള്ളൂ. മുൻ KPCC പ്രസിഡന്റാ, പുള്ളിയാണ് പറഞ്ഞത് ബ്രഹ്മാസ്ത്രം വരാനുണ്ട്, അതാണ് ഇതാണ്, എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ പറയുന്ന 3 KPCC പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന തീരുമാനം നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാര്യമാണ്. എന്നിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമോ എന്ന് നോക്കിയതിനനുസരിച്ച് പുറത്തു വിടുക. അതല്ലേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയാൽ അയാളെ പുറത്താക്കണ്ട, അതല്ലേ അയാൾ നയം? ഇങ്ങനെ എടുത്തു വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് ഡിസിഷൻ എടുത്തിട്ട് നമ്മുടെ എടുക്കൽ വലിയ മൊറാലിറ്റി കോൺഗ്രസ് അപ്പം തന്നെ പുറത്താക്കി. ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി. അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, രമേശ് ചെന്നിത്തല ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇയാൾ തെറ്റ് ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. VD സതീശന് കൃത്യമായി പറയുന്നു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അയാളുടെ ശരീരഭാഷയും സംസാരത്തിന്റെ രീതിയും ഒഴിഞ്ഞുമാറുന്നതിനനുസരിച്ചും. ഈ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട AICC വരെ അംഗീകരിച്ച തീരുമാനം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങ് ഒഴിവാക്കിയേക്കാമെന്ന് വിചാരിച്ച കോൺഗ്രസാണ് ന്യായം പറയുന്നത്. എന്തൊരു മര്യാദയുള്ള ന്യായം അത്! എന്തൊരു മര്യാദയാണ് അതിനകത്തുള്ളത്! ഞാൻ അതുകൊണ്ട് അവിടെ ആ സാധനം എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ അടുത്തത് ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പോലീസിലേക്ക് അപ്പോഴേ പരാതി കൊടുത്തില്ലേ അല്ലേ? ഈ പറയുന്ന കംപ്ലൈൻറ്റ് വന്നപ്പം കംപ്ലൈൻറ്റിനകത്ത് എഴുതിയിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. എന്താ? ക്രൈംബ്രാഞ്ചിന് ഇവർ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. സ്മൃതി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതിനെ വല്ലാതെ ചേസ് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് മുന്നിൽ ഒരു പരാതി വരികയും അത് പൂഴ്ത്തിവെക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പം കേരളത്തിലില്ല. കാരണം പൂഴ്ത്തിവെച്ചാൽ അയാളുടെ രാഷ്ട്രീയം അന്നോട് അവസാനിക്കും. കാര്യം അത്രത്തോളം ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു.
മാധ്യമപ്രവർത്തകരാണ് ഇത് വെളിയിൽ വിടുന്നത്. ഈ പരാതി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ മറ്റ് അന്യ സംസ്ഥാനത്തിൽ നിന്ന് രണ്ടാമത്തെ കേസിൽ മാധ്യമപ്രവർത്തകർ ലോകത്തോട് വിളിച്ചു പറയാണ് ഈ പറയുന്ന സ്ക്രിപ്റ്റ് അടക്കം അവരുടെ ലെറ്ററിന്റെ കാര്യം അടക്കം പുറത്തു വിടുകയാണ്. എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നതെന്ന് മാധ്യമപ്രവർത്തകർ ലോകത്തോട് വിളിച്ചു പറയാ. അങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വിഷയത്തിൽ പിന്നെ KPCC പ്രസിഡന്റ് എന്ത് ചെയ്യും? കൈവച്ചോണ്ടിരിക്കുവോ? കൈവച്ചോണ്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. DGPക്ക് കൊടുത്തേ പറ്റൂ. അത് കൂടാതെ KPCC ഈ പറഞ്ഞ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസിൽ അപ്പൊ പറയുന്നല്ലോ എനിക്ക് ഞങ്ങളുടെ കിട്ടിയ ഉടനെ അപ്പൊ പരാതി കൊടുത്തു. ഇതും അടുത്ത പൊള്ളത്തരമല്ലേ? അല്ല എന്ത് ചെയ്യുവാൻ? അങ്ങനെ പറയുന്നതിൽ CPM എടുത്ത നടപടികളുമായി ഒരു താരതമ്യം സ്വാഭാവികമായും വരും. ലാൽകുമാർ, ഇതിപ്പോൾ കയ്യിൽ വന്ന പരാതി നേരെ DGPക്ക് കൈമാറുന്നു എന്നുള്ളത്, അത് കൈമാറുന്നു എന്നുള്ള ആ നടപടിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത നടപടി സസ്പെൻഷനാണ്. ഈ രണ്ട് നടപടികളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്താക്കുന്ന നടപടി, അത് ഈ പറഞ്ഞതുപോലെ വൈകിയല്ലോ. ഈ കേരളം മുഴുവൻ ഇത്രയും ദിവസം ചർച്ച ചെയ്തതിന് ശേഷം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഘട്ടത്തിൽ മാത്രമാണ് ആ തീരുമാനം വന്നത് എന്നുള്ളത് ശരി തന്നെ, അത് സമ്മതിക്കുന്നു. പക്ഷേ നടപടികൾ ഈ രീതിയിൽ 3 നടപടി വന്നല്ലോ. അതുപോലെ നടപടി ഇല്ലാതെ ഞങ്ങൾ പാർട്ടി കോടതിയിലാണ് പരിശോധിക്കുക, പരാതികൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടിക്കുള്ളിൽ സോൾവ് ചെയ്ത് പാർട്ടിക്കുള്ളിൽ തീരുമാനമുണ്ടാക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. CPMലെ വനിതാ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി കോടതിയാണ് പരിഗണിക്കാന്ന്. അത്തരം കേസുകളുണ്ട്. അപ്പോൾ പറയും ആ കേസും ഈ കേസും തമ്മിൽ എന്ത് താരതമ്യമെന്ന്. എങ്ങനെ വന്നാലും അത് സ്ത്രീ പീഡനമാണല്ലോ, സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണല്ലോ, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന പരാതിയാണല്ലോ. അതിനോടുള്ള സമീപനം, അതിൽ തന്നെ വനിതാ നേതാക്കൾക്ക് അതിൽ ഉറച്ച് പ്രതികരിക്കാൻ കഴിയുന്നതിനുള്ള ഒരു തടസ്സം അതുകൂടി ലാൽകുമാർ പറയണം. കാരണം ഇവിടെ കോൺഗ്രസിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉമാ തോമസും പ്രതികരിച്ചത് ഇങ്ങനെയൊരു നേതാവിന് ഈ പാർട്ടിയിൽ വേണ്ട എന്നുള്ളതാണ്. അവരുടെ അഭിമാനം കൂടി അന്തസ്സ് കൂടി ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം വൈകിയാണെങ്കിലും വന്നല്ലോ. അപ്പുറത്തുണ്ട് ഇനിയും ആളുകൾ. ഇവിടെ ഞാൻ പറയാം, മറുപടി പറയാം. ഞാൻ നോക്കൂ, ഒരു സ്ത്രീ പീഡനത്തിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, ഒരു കാരണവശാലും ഇല്ല. കാര്യം അത് നമ്മുടെ തൊഴിലല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്തെ ഒരു ഇരട്ടത്താപ്പ. ഇവർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു സംഭവം അങ്ങ് ചെയ്തു കളഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കംപ്ലൈന്റ് കൊടുത്തത്, കംപ്ലൈന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരിയായ തീരുമാനമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അത് കോൺഗ്രസിന്റെ ധാർമ്മികത കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കംപ്ലൈന്റ് വേറെ കയ്യിലിരിപ്പുണ്ട്, അതെല്ലാം അനങ്ങിയിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. 1000 കംപ്ലൈന്റ് കയ്യിലിരിക്കുന്നത് എല്ലാം മിണ്ടാതിരുന്നേച്ച് VD സതീശൻ ആദ്യം റിനി പറഞ്ഞ പരാതി അദ്ദേഹം പറഞ്ഞ പിതാവിനെ പോലെ പരിഗണിച്ചെന്നാ, പിതാവിനെ പോലെ പരിഹരിച്ചു. അപ്പൊ കോൺഗ്രസ് നോക്കൂ സ്മൃതി, ഒരു കാര്യം ഞാൻ പറയാം. ഇതിലൊരു പ്രശ്നമുണ്ട് ലാൽകുമാർ. ഈ വരുന്ന പരാതികളുടെ സ്വഭാവം അത് ഏത് രൂപത്തിലുള്ളതാണെന്ന് പരിശോധിക്കണം. ഇപ്പോൾ റിനി പറഞ്ഞ പരാതി അത് വേറൊരു സ്വഭാവത്തിലുള്ളതാണ്. ഈ മെസ്സേജുകൾ അയക്കുക, ഈ മെസ്സേജുകൾ അയക്കുന്നവർക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. അത്തരം പരാതികളും ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്തിച്ചു എന്നുള്ള പരാതിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. അങ്ങ് ഈ CPMൽ പറഞ്ഞൊരു വാക്കാണെങ്കിലും തീവ്രത ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാം ഒരു പരാതി എന്ന രൂപത്തിൽ കാണണോ? ഗൗരവത്തിലുള്ള വിഷയത്തെ മറ്റേത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തു. അതാണ് അച്ഛന്റെ രൂപത്തിൽ നിന്ന് ഞാൻ അതിനോട് സമീപിച്ചു എന്ന് അന്ന് VD സതീശൻ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നതിൽ ഒരു പക്വത കുറവുണ്ട്. ഉണ്ട്. സ്മൃതി പറഞ്ഞ വാദമാണ് എൻ്റെ വാദം. ഒന്നിനെയും സമീകരിക്കാൻ പറ്റില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഒരു പരാതി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുക. ഞാൻ എൻ്റെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുതരാം. ഒരു ഓർഗനൈസേഷനിൽ ഒരു ലൂവേഡ് മെസ്സേജ്, ഒരു മോശമായ മെസ്സേജ് ഒരാൾ പറയുക, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അധികാരികളോട് പറഞ്ഞാൽ അവർ നോർമൽ കോഴ്സിൽ അതിനെ ആ ഓർഗനൈസേഷനകത്ത് തന്നെ ഡീൽ ചെയ്യും. ഇത് അങ്ങനെയല്ല, എല്ലാം പോലീസിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു ധാരണ എനിക്കില്ല, സത്യമായിട്ടുമില്ല. അങ്ങനെ ഒരിക്കലും നടക്കത്തുമില്ല. ഈ ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആദ്യം DGPക്ക് പരാതി കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ല ഒരിടത്തും നടക്കുന്നത്. അതപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്റേണലായിട്ട് പരിഹരിക്കേണ്ടതുകൊണ്ട് പുറത്തും പരിഹരിക്കേണ്ടതുണ്ട്. ഞാൻ VD സതീശൻ്റെ കാര്യം പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എന്താ, അദ്ദേഹം ആദ്യം അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോകേണ്ട സ്കെയിലുള്ള ഒരു പ്രശ്നമല്ല അത്. പുറത്തു പോകേണ്ട സ്കെയിലുള്ളതാണോ അകത്തുള്ളതാണോ എന്ന് പരാതിയുടെ ഗൗരവത്തിനനുസരിച്ചിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സമീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം. ബലാത്സംഗം ചെയ്തു, വെളിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നു, അബോർഷൻ നടക്കുന്നു, പെൺകുട്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളാണ് പറഞ്ഞത്, നമ്മൾ ആരുമല്ല പറഞ്ഞത്. അതൊരു സത്യം. ആ പെൺകുട്ടിയെ വിശ്വസിക്കാൻ മാത്രമേ ഇപ്പം തരവുള്ളൂ.
അങ്ങനെ ഇരിക്കുന്ന ഒരു കേസിൽ ആ കേസിനെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ പഴയ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഗ്രാവിറ്റി. ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അശ്ലീലമായി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് തീവ്രത എന്ന് പറയുന്ന വാക്ക്. പക്ഷെ ഞാൻ അതിനെ വിളിക്കുന്നത് ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് എന്നാണ്. ഒരു വിഷയത്തിനകത്ത് ഒരു ഗ്രാവിറ്റി ഉണ്ട്. ആ ഗ്രാവിറ്റി എത്ര നമുക്ക് അറിയാൻ വയ്യാതെ പറയാൻ പറ്റില്ല. ഈ ഗ്രാവിറ്റി പരിശോധിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ഉള്ളിലാണ് പരിശോധിക്കുക എന്ന രൂപത്തിൽ പറഞ്ഞത് സംഭവങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഈ പറഞ്ഞ മെസ്സേജ് അയക്കലായിരുന്നില്ല ലാൽകുമാർ, വേറെ തരത്തിലുള്ള അത് മെസ്സേജ് അയക്കലായിരുന്നില്ല. അങ്ങനല്ല ജോസഫ് നോക്കൂ അങ്ങനല്ല. ജോസഫൈനാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ജോസഫൈൻ പറയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ചർച്ചകൾ കേരളത്തിൽ നടന്നിരുന്നു. ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പുറത്തേക്ക് പോകുന്ന പരാതിയില്ല. ആ പെൺകുട്ടി ആരാന്ന് ആർക്കും അറിയത്തില്ല. ആ പെൺകുട്ടിയുടെ പരാതി എന്താന്ന് ആർക്കും അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ആ പെൺകുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ? അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കി ലാൽകുമാർ. അതിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേതുപോലെ അന്ന് ആ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നത്തേതുപോലെ ആ വിഷയം അന്ന് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ല, പറഞ്ഞു കേൾക്കൂ. ഞാൻ പറഞ്ഞു കേൾക്കൂ. ഈ പറയുന്ന കൊന്നുകളയുമെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സമയം മുഴുവൻ പോകുന്നുണ്ടേ. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ശരി സ്മൃതി ഇപ്പൊ തന്നെ അത് അവിടെ നിൽക്കട്ടെ. സ്മൃതി ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. സ്മൃതി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഒരു നേതാവ് കൊന്നുകളയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത പോലും ഞാൻ കണ്ടിട്ടില്ല. അന്വേഷിച്ചു പോകുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ്. പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനവുമുണ്ട് ശ്രീ ലാൽകുമാർ. അതാണ് ഭയപ്പെടുത്തലെന്നുള്ളത്. ഇല്ല, അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ ശ്രീ പൊടിപാറയിലേക്ക് പോയിട്ടേ ഇല്ല. അദ്ദേഹത്തിനും കാര്യമായി പറഞ്ഞില്ല. Debate with Smriti Parathikkad.